എല്ലാവർക്കും നല്ലൊരു ദിവസം അഡ്വാൻസ് ആയിട്ട് നേരുന്നു. കേരള ബയോടൂറിസം കമ്മ്യൂണിറ്റി എല്ലാ ദിവസവും 6 മണിക്ക് നടത്തി വരുന്ന ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് KVCയുടെ ഭാഗത്തു നിന്നും നമ്മൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഓരോ ആളെയും സ്വാഗതം ചെയ്യാണ്. നമ്മള് ഈ ഒരു 6 മണിയുടെ സെഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കയറിയിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൂടെ ഐഡിയ അടിച്ച ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കണം. കാരണം ഈ 100-130 ആള് മാറ്റിവെച്ചാൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ബയോടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ബയോടൂറിസത്തെ നെഞ്ചിലേറ്റ് നടക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ സൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പേഴ്സണലായിട്ട് നമ്മൾ എല്ലാവരും എഫേർട്ട് എടുക്കണം. അപ്പൊ മാത്രമേ നമ്മുടെ ടീമിൽ അപ്ഡേറ്റുകൾ കിട്ടുകയും അവര് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നുണ്ട്. നമ്മളും ഈ പ്രോഗ്രാം കയറാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം, നമ്മള് പലതരത്തിലുള്ള ലീഡേഴ്സിന്റെ പല ട്രെയിനിങ്ങുകളും അതേപോലെ കമ്പനിയുടെ അപ്ഡേഷനൊക്കെ സമയാസമയത്ത് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഒന്നുകൂടി കോൺഫിഡന്റ് മറ്റുള്ളവരെക്കാൾ കൂടുതലുള്ള ആളുകളായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം, നാളെ രാവിലെ മുതൽ എന്റെ കൂടെ ഐഡിയ അടിച്ച ഒരു 10 പേരെയെങ്കിലും ഞാൻ ഈ സൂമിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോ ഇന്ന് നമുക്ക് ഇവിടെ സംസാരിക്കാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൈവേലി സ്വദേശിയായ ചന്ദ്രൻ മാഷാണ്. ചന്ദ്രൻ മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ അപ്ലൈൻ ലീഡറാണ്. അതിലുപരിയായിട്ട് ഞാൻ ഈ പ്രൊജക്ട് ഏറ്റെടുക്കുന്നത് എന്റെ സുഹൃത്ത് പുറമേരി സ്വദേശി പവിത്രൻ സാറ് എൻ്റെ അടുത്ത് വന്ന് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുമ്പോഴാണ്. അപ്പൊ എനിക്ക് ആ ഒരു അവസരം എനിക്ക് തന്ന പവിത്ര സാറിനുള്ള നന്ദിയും കടപ്പാടും ഇവിടെ ഒന്നുകൂടി എന്ത് ചെയ്യാണ് അറിയിക്കാണ്. അപ്പോ ചന്ദ്രൻ മാഷാണ് പവിത്ര സാറിനെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. ആ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ എന്ത് ചെയ്യുന്നു, കുറെ ആളുകൾ അല്ലെ കണക്ട് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ചന്ദ്രൻ മാഷ് ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങളിലുള്ള കുറെ ആളുകളുണ്ട് ഈ സൂമില്, എനിക്കറിയാവുന്നത്. ഈ കക്കട്ട്, കൈവേലി, നാദാപുരം, ഈ വടകര താലൂക്കിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഒരു പ്രൊജക്റ്റ് നാട്ടുകാരോട് പറയാൻ തുടങ്ങിയ ഒരു മനുഷ്യൻ ചന്ദ്രൻ മാഷായി. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം, നമുക്ക് ഒരു മടിയുമില്ലാതെ, ഒരു ഉടുപ്പുമില്ലാതെ ആരോടും മാഗ്നറ്റിസത്തെ കുറിച്ചും ഈ ബയോടൂറിസത്തിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രൊജക്റ്റിനെ കുറിച്ചും, അത് സ്കൂളിൽ പോകാത്ത ഇല്ലിറ്ററേറ്റ് ആയ ഒരാളാണെങ്കിലും ഡബിൾ MAയും PGയും ഉള്ള ആളാണെങ്കിലും മാഷ് ഒരേപോലെ സംസാരിക്കും. മാഷ കണ്ട വലിയൊരു ക്വാളിറ്റിയാണ്. നമുക്ക് എവിടെയും നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കുറയുന്നു തോന്നുമ്പോൾ നമുക്ക് മാഷെ കൂട്ടി പോകാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഒരുപാട് അവഹേളനങ്ങളും അവഗണനകളും അനുഭവിച്ച് ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ഇതിൽ കൺസിസ്റ്റൻസിയോടുകൂടി നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ചന്ദ്രൻ മാഷയുടെ വലിയ വിജയമാണ്. അതാണ് ഞാനിവിടെ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് കണ്ടുപഠിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹം ടോപ്പിക് ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലൈഫും ഈ ബയോടൂറിയും, അതിലുപരിയായിട്ട് അദ്ദേഹം ഈ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ ബേസിക്കലി അദ്ദേഹം ഒരു അധ്യാപകനാണ്, മലയാളത്തിന്റെ ഒരു ട്യൂട്ടർ കൂടിയാണ്. അപ്പോ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു അവിയൽ പരുവത്തിൽ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ഇന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ആദരവോടുകൂടി, സ്നേഹത്തോടു കൂടി നമ്മുടെ ചന്ദ്രൻ മാഷെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം. താങ്ക് യു മിനി സാർ. അപ്പം വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇന്ന്. കാരണം എന്നെ നന്നായിട്ട് പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ എന്തോ ഇത് നമ്മളെല്ലാം ഒരേ ഡ്രസ്സിലാണ് എന്ന് വന്നിരിക്കുന്നതാണ്. എന്താ അങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. കാരണം 5 മണിക്കുള്ള സൂമില് രമേശ് സാറും ഒക്കെ എന്ത് ചെയ്യുന്നാല് ഒരു ഒരേ ഡ്രസ്സിൽ വന്നു എന്നതാണ്.
വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വരിക എന്നുള്ളതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഈ ബയോടൂറിസത്തെ കുറിച്ചിട്ട് ഇന്ന് കേരളത്തില് ഒരു ഡിപ്ലോമ എടുത്ത ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് പുറമേരി സ്വദേശിയായിട്ടുള്ള നമ്മുടെ MC ആയിട്ടുള്ള മിനീഷ് സാർ മാത്രമാണെന്നല്ല. കാരണം ഇന്ന് KBCയില് മാഗ്നറ്റിസത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം അത് മിനീഷ് സാർ എന്ന കാര്യത്തില് യാതൊരു സംശയമില്ല. മറ്റ് ഉള്ള ആളുകൾക്ക് ഇതിനുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇത് രണ്ടും ഉള്ള ഒരു വ്യക്തിത്വം വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ എല്ലാ കാര്യങ്ങളിലും വളരെ നന്നായി പഠിക്കുകയും അതോടൊപ്പം തന്നെ അത് നമ്മളിലേക്ക് തരികയും ചെയ്യുന്ന മിനീഷ് സാറിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞാനിവിടെ പറയുന്നത് കാരണം നെറ്റ്വർക്കാണല്ലോ. നെറ്റ്വർക്കില് നമ്മള് അക്ഷരം മുതൽ പഠിച്ചു തുടങ്ങിയിട്ടാണ് അങ്ങോട്ട് വരുന്നതാണ്. അതിന് കുറച്ച് പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് എന്ന് പറയുന്നത് ഇപ്പോ മലയാള അക്ഷരം പഠിപ്പിക്കുമ്പോ ചില ആള് മനോഹരമായിട്ട് പഠിപ്പിക്കും അല്ലെ, ചില ആള് പഠിപ്പിക്കുമ്പോ അത് ഉള്ളിൽ കയറൂല. അക്ഷരം പഠിപ്പിക്കുമ്പോ പണ്ട് തന്നെ 1-ാം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചെന്ന് പറഞ്ഞാല് ആദ്യം ഒരു വട്ടം വരച്ചു. വട്ടം വരച്ചിട്ട് ടീച്ചർ പറഞ്ഞു വട്ടത്തിലിട്ടാൽ ഠ എന്ന് പഠിപ്പിച്ചു. അപ്പൊ പിന്നെ പറഞ്ഞു അതിന്റെ പാതി മയച്ചാൽ റാ എന്ന് പഠിപ്പിച്ചു. പിന്നെ പറഞ്ഞു അതിന്റെ ഒരു ഭാഗം ഉള്ളിലേക്ക് കാറ്റിയാല് അത് രാ എന്ന് പഠിപ്പിച്ചു. അത് അങ്ങനെ തന്നെ പുറത്തേക്ക് എടുത്തറിഞ്ഞാല് താ എന്ന് പഠിപ്പിച്ചു. അത് കറക്കി ഒന്ന് വരച്ചു കഴിഞ്ഞാല് തൂ എന്ന് പഠിപ്പിച്ചു. അപ്പൊ ഒരേ സമയത്ത് കുറെ അക്ഷരങ്ങള് എന്റെ ഉള്ളിലേക്ക് എത്തി എന്നുള്ളതാണ്. വട്ടത്തിലിട്ടാൽ ത, പാതിമയച്ചാൽ റാ, ഉള്ളിക്കാറ്റിയാൽ രാ, പുറത്ത് കീച്ചാൽ ത, നീട്ടി വലിച്ചാൽ തൂ. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഈ അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് അക്ഷരങ്ങള് കൂട്ടിച്ചേർത്തിട്ട് അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തേ നമ്മള് സ്വരാക്ഷരാണ് ആദ്യം പഠിക്കുന്നത് അല്ലെ. ആ മുതല് റാ വരെയുള്ള അക്ഷരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, മലയാളത്തിലുള്ള ഏകദേശം 49 അക്ഷരങ്ങളാണ് ഇന്ന് നിലവിലുള്ള കേട്ടോ മലയാളത്തില്. അതിന്റെ മുമ്പിട്ട് കുറെ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഈ ബയോടൂറിസത്തിൽ നിന്ന് പല ആളുകളും വിട്ടുവിട്ട് പോകുന്നില്ലേ, അതുപോലെ നമ്മളെ അക്ഷരങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്ന പല അക്ഷരങ്ങളും വിട്ടുവിട്ട് പോകുന്നുണ്ട്. അപ്പോ അതേപോലെ ഈ 49 അക്ഷരങ്ങളില് ആ മുതല് അം വരെയുള്ള അക്ഷരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പറഞ്ഞാല് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഈ സ്വരാക്ഷരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് തനിയെ നിന്നോളുന്നില്ല. മറ്റാരെയും ആശ്രയിക്കാതെ നിൽക്കാൻ പറ്റുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. തനിയെ നിന്നോളൂ, അത് ആരുടെയും സഹായം വേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാല് പരസഹായം കൂടാതെ ഉച്ചരിക്കാൻ പറ്റുന്ന അക്ഷരങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഇനി വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. വ്യഞ്ജനാക്ഷരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിന് ആരെങ്കിലും ഒരു കൂടെ കൂട്ടണം. എവിടെ പോകണ്ടെങ്കിലും എന്ത് ചെയ്യുന്നാല് മൂപ്പയുടെ കൂടെ ആരെങ്കിലും ഒരാളില്ലാതെ മൂപ്പർക്ക് തനിച്ച് നിൽക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഏത് ആളെടുത്ത് പോകുമ്പോ എത്ര പഠിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്ത് ഒരു അപ്ലൈൻ ഇല്ലാതെ പോകാൻ പറ്റാത്ത ഒരാളാണ് ഈ വ്യഞ്ജനാക്ഷരം എന്ന് പറയുന്നത്. കാരണം ക മുതൽ റാ വരെയുള്ള അക്ഷരങ്ങളെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ആരുണ്ടാവും അറിയാം, എപ്പോഴും ഏതെങ്കിലും ഒരു സ്വരാക്ഷരം ഉണ്ടാവും. കാരണം ക എന്ന് പറയുന്ന അക്ഷരത്തെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാല് ക പ്ലസ് ആയാണല്ലോ ക. അത് കാന്നാണെങ്കിൽ ആന്ന് വരും, കീന്നാണെങ്കിൽ ഈ വരും, കൂന്നാണെങ്കിൽ ഊ വരും അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു അക്ഷരം അതിന്റെ കൂടെ ഉണ്ടാവും. അതുപോലെ കൂട്ടക്ഷരങ്ങളുണ്ട്.
ഒന്നായി ചേർന്ന് നിൽക്കുന്ന അക്ഷരങ്ങൾ, അതിന് കുറച്ച് ശക്തി കൂടുന്നതാണ്. കാരണം എന്ത് ചെയ്തേ, ത, ച, പ, മ ഇങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ വ്യഞ്ജനാക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടുള്ള അക്ഷരങ്ങളെയാണ് കൂട്ടക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ചില്ലക്ഷരങ്ങളുണ്ട്. ഇങ്ങനെ ഇന്ന് 49 അക്ഷരങ്ങൾ ഉണ്ടെന്നല്ല. ഈ 49 അക്ഷരങ്ങളില് നമ്മള് നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരായി തീരണം? ഓരോ സ്വരാക്ഷരങ്ങളായിട്ട് മാറണം. ഈ സ്വരാക്ഷരങ്ങളായിട്ട് മാറുന്ന വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ നെറ്റ്വർക്ക് ബിസിനസ്സിൽ വളർന്ന് വികസിക്കാൻ പറ്റൂ. അവർ ഉദ്ദേശിച്ച തലത്തിൽ വളർന്ന് വികസിക്കാൻ പറ്റുന്നില്ല. ഈ അക്ഷരങ്ങൾ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ അക്ഷരങ്ങൾക്കും ഒന്നുണ്ട്, അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. ആ പ്രാധാന്യം നെറ്റ്വർക്കിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ കൂടെ വന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സമൂഹത്തിലുള്ള എല്ലാ അർത്ഥത്തിലുള്ള സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ആത്മീയവുമായിട്ടുള്ള എല്ലാ തലങ്ങളിലുള്ള ഉയർച്ച നമുക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഒരു പക്ഷേ എന്ത് ചെയ്ത് മിനീഷ് സാറും. എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് നോക്കാതെ എവിടെയും പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, തനിക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. അതേപോലെ തന്നെ നമ്മുടെ KBC ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രഗത്ഭനായിട്ടുള്ള മാതൃകാ പുരുഷനായിട്ടുള്ള ആര്, നമ്മുടെ മനോജ് സാറ്. ഞാൻ മനോജ് സാറിനാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ ഒരു മെന്ററായിട്ട് ഞാൻ കാണുന്നത്. കാരണം എപ്പോഴും എന്ത് ചെയ്യുന്നതിനാൽ ഒരു കുപ്പി വെള്ളവും കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തില് വെള്ളത്തിൽ മത്സ്യത്തെ പോലെ സഞ്ചരിക്കുന്ന ആ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിനാണ് ഞാൻ മാതൃകയാക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ എവിടെ പോകുമ്പോ ഒരു കുപ്പി വെള്ളം എടുക്കാതെ ഞാൻ പോകാറില്ല എന്നുള്ളതാണ് യാത്രയിൽ. ആരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തത്, ബയോഡേറ്റയെ കുറിച്ച് സംസാരിക്കുന്നു. ബയോഡേറ്റയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരുടെ മുമ്പിലും ആർജവത്തോടു കൂടി ചങ്കൂറ്റത്തോടു കൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറി എന്നുള്ളത്. മാറിയിരിക്കണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും പതറാതെ അതിനപ്പുറത്ത് പ്രത്യുത്പന്ന മിതത്വത്തോടു കൂടി എന്ത് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. അങ്ങനെ മാറുന്ന സമയത്ത് നമുക്കിത് ആരോടും സംസാരിക്കാൻ പറ്റും. കാരണം ഞാനാണ് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്നുള്ള ബോധം നമ്മളിൽ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ ബയോട്ടോറിയത്തെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോ, കാരണം എനിക്ക് ഇന്ന് ലോകത്ത് ഒരു മെഡിസിനും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവജാലങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജനും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനവും ഒരു മെഡിസിനും ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജനും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സാധനം. അപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇരിക്കുന്നത് ഈ പ്രകൃതിക്ക് എന്നെ വേണ്ടത് കൊണ്ടായിരിക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കിടയിൽ അറിയാതെ ഉറങ്ങിപ്പോയി. ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് 2-3 ദിവസത്തെ ഉറക്കച്ചടപ്പോട് കൂടി പോയത് കൊണ്ട് അല്പം ഒന്ന് മയങ്ങിയ സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് റോഡ് സൈഡിൽ നിർത്തിയിട്ട ഒരു ലോറിക്ക് കൊണ്ടുപോയിട്ട് എന്റെ ബൈക്ക് ഇടിച്ചു. ബൈക്കിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത് തെറിച്ച് ഹൈവേ റോഡിലേക്ക് വീണു. ഗ്ലാസ് പൊട്ടിയിട്ട് കണ്ണിന്റെ മുകളില് നല്ല ആഴത്തിലുള്ള ഒരു മുറിവ്, പല സ്ഥലങ്ങളിലും മുറിഞ്ഞു. മുഖമൊക്കെ ഇങ്ങനെ തടിച്ച് ആടുന്ന് ഓട്ടോറിക്ഷക്കാരെ എടുത്തിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ മുമ്പിലാ വീണത്. പേരാമ്പ്ര കല്ലൂട് ഹോസ്പിറ്റലിന്റെ മുമ്പില്. അപ്പൊ അവിടുന്ന് എടുത്ത് കൊണ്ടുപോയി. അപ്പൊ ചോരയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ അവിടുന്ന് ഡോക്ടർ നോക്കി, നല്ല മുറിവാണ്, അതുകൊണ്ട് 3 സ്റ്റിച്ച് ഇട്ട് കണ്ണിന്റെ മുകളിൽ. മുഖമൊക്കെ ഇങ്ങനെ തടിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് മരുന്നൊക്കെ വെപ്പിച്ചു. അവിടെ എന്റെ സഹോദരി അതുപോലെ തന്നെ ശോഭ അവിടെ പേരാമ്പ്ര അവളുടെ വർക്കിന് വേണ്ടി പോയതാ.
അപ്പൊ അവര് പുരുഷോത്തമനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ലേറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്പീഡിൽ വണ്ടി ഓടിച്ച് പോയത്. അങ്ങനെ അവരും കൂടെ വന്ന് ഇതൊക്കെ കെട്ടിയതിന് ശേഷം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് നമ്മുടെ വാട്ടർ എനർജിപ്പായിട്ട് രണ്ടും കൂട്ടിയിട്ട് മുഖം മറച്ചിട്ടൊരു കെട്ട, എന്നിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി രാവിലെ നേരം എടുത്ത് നോക്കുമ്പോ എന്റെ മുഖത്തുള്ള എല്ലാ നീരുകളും പോയിട്ട് എന്ത് ചെയ്യുന്നത്, എല്ലാം എന്ത് ചെയ്ത് പുറത്തേക്ക് വന്നതെല്ലാം അകത്തേക്ക് തന്നെ വലിഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പൊ ഒരു മിറാക്കിളായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. അന്ന് ഞാൻ എന്ത് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് നിന്ന് മരുന്ന് ഒപ്പിച്ചതല്ല അല്ലെ, പിന്നെ ഞാൻ എന്ത് ചെയ്തില്ല, മരുന്ന് ഒപ്പിക്കാൻ പോയില്ല. ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാല് ഈ വെള്ളം ഇങ്ങനെ ഇട്ട് കൊടുക്കും ഈ മുറിവിലേക്ക്. അവരെന്ത് ചെയ്യുന്ന കണ്ണിൽ മാത്രം ചോര ഉണ്ടായിരുന്നു, പിറ്റേന്ന് ഇവിടെ ഇങ്ങനെ കലകളായിരുന്നു. 5 ദിവസം കൊണ്ട് കണ്ണിന്റെ എന്ത് ചെയ്ത് ചോര കംപ്ലീറ്റ് പോയി. 5-ാമത്തെ ദിവസം ഞാൻ ഡോക്ടറെ ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഈ തുന്നൊന്ന് എടുത്തു കളഞ്ഞാലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത്, ഞാനല്ലേ തുന്നിയത്, കാരണം എന്ന് ചെയ്യുന്നാല് നല്ല ആഴത്തിലുള്ള മുറിവാ, 14 ദിവസം കഴിയണം കണ്ണിന്റെ ഭാഗത്ത് മുറിഞ്ഞു കഴിഞ്ഞാല്. ഞാൻ പറഞ്ഞു സാറേ ഇപ്പൊ ഒരു കുഴപ്പമില്ല, കാരണം എന്ത് ചെയ്യുന്നാല് നമ്മുടെ കയ്യിൽ ഇതിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, മാഗ്നറ്റൈസർ വാട്ടർ, അതാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നാ ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എടുത്തത്. അയാൾ പറഞ്ഞ് ചിലപ്പോ ഇത് പൊടിഞ്ഞു പോകുന്നില്ല. ഞാൻ പറഞ്ഞു പൊടിഞ്ഞൊന്നും പോകില്ല, അത് സെറ്റായി കഴിഞ്ഞതാണ്. കാരണം എന്റെ അത്രയും വലിയ കോൺഫിഡൻസ് ഇതിന്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കോൺഫിഡൻസോട് കൂടി നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ബൈക്കിന് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഏകദേശം അതിന്റെ ഷോക്കാസറെല്ലാം പൊട്ടിയിട്ട് ഏകദേശം എസ്റ്റിമേറ്റ് ഇട്ടത് 41,000 രൂപയാ എസ്റ്റിമേറ്റ് ഇട്ടത്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നതാണ്. ശരീരത്തിന്റെ പല ഭാഗത്തും എന്ത് ചെയ്ത് മുറിവുകൾ ഉണ്ടായിരുന്നു, പറയാൻ പറ്റാത്ത ഭാഗത്ത് പോലും മുറിവുകൾ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ കാണിച്ച് മരുന്നൊക്കെ ഒപ്പിച്ച അന്ന്. അപ്പൊ അത്രയും പ്രയാസത്തിൽ ഉണ്ടായിട്ടുള്ള എന്ത് ചെയ്ത് ഒരു സംഭവത്തെ ഈ ബയോട്ടോറിയം കൊണ്ട് എനിക്ക് മറികടക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് എന്ത് ചെയ്ത്, കാരണം നമ്മുടെ ശരീരത്തില് കോശങ്ങളെ പുനരുത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം എന്ന് ഞാൻ പറയും, അതാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. കാരണം ഇന്ന് ഒരു കല പോലും കാണാനില്ല, ചെറിയൊരു നേരിയതും വരകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം എപ്പോഴും വെള്ളാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. മാത്രമല്ല എന്റെ തല എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ മുടിയെടുത്ത് കഴിഞ്ഞപ്പോ മക്കള് പറഞ്ഞത്, അച്ഛ എന്ത് ചെയ്ത് ഒരു തൊപ്പി വാങ്ങി വെക്കാണ്ട് എവിടെയും പോകണ്ടെന്നാണ്. കാരണം നമ്മളെ വിളയാത്ത തേങ്ങ ഉണങ്ങിയ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെയായിരുന്നു എന്റെ തല, ആകെ ചുക്കി ചുളിഞ്ഞ് വികൃതമായതാണ്. ഞാൻ എന്ത് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോ എന്ത് ചെയ്യുന്ന ഈ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് തലയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ സ്കിന്നിന്റെ ഭക്ഷണമാണല്ലോ ഈ വെള്ളം നിറഞ്ഞ, സ്കിന്ന് ഭക്ഷണം കഴിച്ച് ആരോഗ്യമുള്ള സ്കിന്നായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പൊ എവിടെ എന്ത് ചെയ്യുന്ന യാതൊരു കുഴപ്പമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് മാറി എന്നുള്ളതാണ്. ഏതായാലും ഒരു ചെറുപ്പക്കാരൻ ഇപ്പൊ അരുൺകുമാറൊക്കെ തലയിൽ മുട്ട പഠിക്കുന്ന സമയത്ത് ഒരു കുഴപ്പവും കാണില്ലല്ലോ, അതുപോലെയായി എന്റെ തല എന്ന് പറയുന്നത്. അപ്പോ ഏജ് കുറക്കാൻ കൂടെ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് ഇപ്പൊ പുറമേരി ഒരു കുഞ്ഞുമുതക്ക അയാളുടെ ബോഡി ഇൻഡെക്സ് എന്ത് ചെയ്ത് നോക്കിയപ്പോ എന്ത് ചെയ്ത് ഏജ് നോക്കിയപ്പോ 62 വയസ്സുള്ള ആള് ഇപ്പൊ ഒരു 55 വയസ്സിലേക്ക് മാറി എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളിത് കറക്റ്റ് ആയിട്ട് ഒരു കോശം പുനർജനിച്ച് നാശത്തിലേക്ക് വരുന്ന 100 ദിവസം കൊണ്ടാണല്ലോ. 4 നൂറ്റുള്ളതിലൂടെ കയറി ഇറങ്ങുന്ന സമയത്ത് അത് 1-1.25 വർഷം ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ അവയവങ്ങളും ഫ്രഷ്നെസ് ആയിട്ട് മാറും. നമ്മൾ ബയോളജിക്കലായിട്ട് 20 വയസ്സ് കുറഞ്ഞ പോലെയാവും. അപ്പൊ ഏജ്ലെസ്സും കൂടിയാണ് നമ്മുടെ ഈ ഒരു സാധനം നടന്നത്. മാത്രമല്ല ഇത് ഇന്ന് 50 കോടി ആളുകൾ 10 വർഷത്തിനുള്ളിൽ നാമാവശേഷമായി പോകുന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഈ കൊറോണയ്ക്ക് ശേഷം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ചെറുപ്പക്കാരടക്കം കൊഴിഞ്ഞു വീഴാണ് പണ്ടില്ലാത്ത രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള, ഇതിനെ എന്ത് ചെയ്ത് അല്പമെങ്കിലും തടഞ്ഞു നിർത്താനുള്ള ഒരു സാധനം കൂടിയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു മിനിറ്റ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോ ബ്ലഡിന്റെ വിസ്കോസിറ്റി 20 മുതൽ 30% വരെ കുറയും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്ന സയന്റിസ്റ്റുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലാണ്. കാരണം 2011-ലും 2022-ലും ഫിലാഡൽഫിയയിലെ റാഞ്ചിയാട്ടാവ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ലോകത്തിന് മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ആ പ്രബന്ധം നടന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. നമ്മളിത് കയ്യിൽ കെട്ടിയിട്ട് ഡെമോ കാണിച്ചു കൊടുക്കുന്നില്ലേ, ആ ഡെമോ കാണിച്ചു കൊടുക്കുമ്പോ
എന്താ സംഭവിക്കുന്ന പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള ആ മാഗ്നസിസത്തിന്റെ ഡെഫിഷ്യൻസി പരിഹരിക്കപ്പെടുകയും ആ ഡെഫിഷ്യൻസി എന്ത് ചെയ്ത് കറക്റ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ പണ്ട് പച്ച മണ്ണ് ചവിട്ടി നടന്നില്ല ആ പ്രതിരോധം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ശരീരത്തില് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തില് ബ്ലഡ് സർക്കുലേഷൻ നടക്കണമെങ്കിൽ അത് പ്രോപ്പറായ രീതിയിൽ നടക്കണമെങ്കിൽ എന്ത് വേണം? നമ്മള് പച്ച മണ്ണിൽ ചവിട്ടി നടക്കണമല്ല. ഭൂമിയിൽ ചവിട്ടി നടക്കുന്ന സമയത്ത് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് ആണല്ലോ കാലിന്റെ അടിയും കൈയിന്റെ അടിയും എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മള് മണ്ണില് ചവിട്ടി നടക്കുന്ന സമയത്ത് ഭൂമിയുടെ ബയോമാഗ്നറ്റും നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിനും കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും രക്തചംക്രമണം കറക്റ്റ് ആയിട്ട് നടക്കുന്നതെന്ന് 1954 അമേരിക്കൻ സയന്റിസ്റ്റ് ലിനൻ സ്കാർപോളിൻ ലോകത്തിന്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന പ്രബന്ധമാണ്. ആ പ്രബന്ധത്തിനാണ് 1954 നോബൽ പ്രൈസ് കൊടുത്തതെന്നുള്ളതാണ്. അപ്പോ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അദമ്യമായിട്ടുള്ള ബന്ധമാണെന്നുള്ളതാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്ത് ഇന്ന് മാറി മാറി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോ ഭൂമിക്കടിയില് ഇപ്പൊ മന്ദിരെ പോലെ വിരിപ്പാക്കി തന്നിരിക്കുന്ന ഭൂമി അല്ലെ, ഖുറാനിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ. എല്ലാ പഴയകാല ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ അഥർവവേദത്തിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്ന ഈ മാഗ്നറ്റിസം നമ്മുടെ ബോഡിയിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു വെക്കുന്നതാണ്. പഴയകാല പുരാണങ്ങളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എല്ലാം മണ്ണും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നമ്മൾ എന്ന് വിച്ഛേദിക്കപ്പെട്ടുവോ അന്ന് മുതൽ നമ്മൾ രോഗികളാകാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളെ നമ്മൾ പലതും എന്ത് ചെയ്യുന്ന കുത്തിപ്പറിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നപ്പോ അത് നമുക്ക് വിനയായി തീർന്നു എന്നുള്ളതാണ്. പ്രകൃതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എന്ത് ചെയ്ത് നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രകൃതിയെ മറന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ എന്ത് ചെയ്ത് പ്രകൃതി 10 മടങ്ങായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് എലിനോ പ്രതിഭാസമൊക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ്. അപ്പൊ മനുഷ്യൻ എന്തൊക്കെ പ്രകൃതിക്കെതിരായിട്ട് ചെയ്യുന്നുവോ അതൊക്കെ ഒരു 1000 മടങ്ങ് അല്ലെങ്കിൽ 1,00,000 മടങ്ങ് എന്താണ് അതിപ്രഹരത്തോടു കൂടി നമ്മുടെ തലയിലേക്ക് ഇടുത്തി പോലെ വന്ന് വീണുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നാൽ കൂടുതലും പ്രകൃതിയിലേക്ക് മടങ്ങുക. പ്രകൃതിയുമായിട്ട് കൂടിച്ചേർന്ന് ജീവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര മാഗ്നറ്റിസം നമ്മളുടെ ശരീരത്തിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഏറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇന്ന് എന്ത് ചെയ്യുന്ന പഴയതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലെ. ഫ്രീക്കന്മാർ മുടിവെട്ടുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ. പക്ഷെ ജീവിതശൈലിയിൽ മാറ്റം വരുന്നില്ല. കാരണം ചെറുപ്പകാലത്ത് നമ്മളൊക്കെ പഠിപ്പിച്ചത് ആരോഗ്യമാണ് സമ്പത്ത് എന്നാണ് നമ്മളൊക്കെ പഠിപ്പിച്ചത്. 6 മാസത്തില് ഒരിക്കല് വയറിളക്കും, ഉഴിച്ചല്, പിഴിച്ചല്, എണ്ണ തേച്ച് കുളി, കർക്കിടക കഞ്ഞി, ഇങ്ങനെ നിരവധി ആയിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള നന്നായിട്ട് വെള്ളം കുടിക്കും, നന്നായിട്ട് അധ്വാനിക്കും, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പണ്ട് ചെറുപ്പകാലത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാല് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറഞ്ഞോടുകൂടി 2 നേരം കുളിക്കും, കുറിതൊടും, ശുഭവസ്ത്രം ധരിക്കും, ഒരു മാലിന്യ ടാങ്കും കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കും. അതുകൊണ്ടാണ് എവിടെ വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുന്ന അടിച്ച് ഇല്ലാതായി പോകുന്നതെന്നുള്ളതാണ്. ഇവിടെയാണ് ബയോടോറിയത്തിന്റെ പ്രാധാന്യം കിടക്കുന്നതെന്നുള്ളതാണ്. കാരണം നമ്മളിലെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും പുറത്ത് കളയാനുള്ള ഒരു സാധനം. അതാണ് എന്ത് ചെയ്ത് ഈ ബയോടോറിയം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം. കാരണം എന്ന് പറഞ്ഞാല് ഭക്ഷണത്തിലൂടെ, വെള്ളത്തിലൂടെ, വായുവിലൂടെ, ഇംഗ്ലീഷ് മരുന്നിലൂടെ ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക്, ശരീരകോശങ്ങളിലേക്ക് അടിച്ചു കയറ്റിയിട്ടുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാനുള്ള ഒരേ ഒരു സാധനമാണ്. കാരണം പണ്ട് കാലത്ത് നമ്മള് ഈ മുട്ടവിളക്ക് വെച്ച് കത്തിച്ച് പഠിക്കുന്ന സമയത്ത് കുറെ നേരം കത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ചില്ലിന് മുഴുവൻ എന്ത് ചെയ്യുന്ന കരി പടരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നാല് ഒരു തുണിക്കഷ്ണം എടുത്തിട്ട് ഇതങ്ങ് തുടച്ചിടും. അപ്പൊ ചില്ല് വളരെ മനോഹരമായിട്ട് ആ വെളിച്ചം പുറത്തേക്ക് നന്നായിട്ട് വരും.
കാരണം എന്ത് ചെയ്യുന്നാല് ഈ ഫൈബർ എന്ന് പറഞ്ഞ സാധനം ഇന്നില്ലെന്നുള്ളതാണ്. ഇന്ന് കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ, ഉച്ചക്ക്, രാത്രി, ഇങ്ങനെ എന്താണ് കാർബോഹൈഡ്രേറ്റ് മാത്രം തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരം ഇങ്ങനെ എന്ത് ചെയ്ത് വീർത്ത് വീർത്ത് വരുന്നതാണ്, ഫാറ്റ് കൂടിക്കൂടി വരികയാണെന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നാല് ഈ ഫൈബർ ഏറ്റവും കൂടുതൽ കഴിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഫൈബർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ഒരു ചൂല് പോലെ പ്രവർത്തിക്കുന്ന ചില ഫൈബറുകൾ ഉണ്ട്. എല്ലാ ഫൈബറും ഡൈജഷൻ ചെയ്തു പോകുന്നില്ല. ചില ഫൈബറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ എന്ത് ചെയ്ത് ഉണ്ണിക്കാമ്പ്, അതുപോലെ തന്നെ മാമ്പ്, അങ്ങനെയൊക്കെയുള്ള ഫൈബർ കൂടിയ സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ കോശങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ അന്നനാളത്തിലൊക്കെ കുടുങ്ങി കിടക്കുന്ന എല്ലാ മാലിന്യങ്ങളും അടിച്ച് തുടച്ച് വൃത്തിയാക്കി പുറത്ത് കളയാണ് ഫൈബറിന്റെ ലക്ഷണം പ്രവൃത്തി എന്ന് പറയുന്നത്, പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു ചൂല് പോലെയാണ്, എല്ലാം എന്ത് ചെയ്ത് അടിച്ച് വൃത്തിയാക്കുകയാണ് ശരീരത്തെ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫൈബറാണ് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കൂടുതലും എന്ത് ചെയ്ത് വെജിറ്റേറിയൻ കൂടിയായിരുന്നു നമ്മള്, അല്ലെ? പണ്ട് കാലത്ത് നമ്മള് എന്ത് ചെയ്ത് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് കൃത്യമായ ഭക്ഷണക്രമമൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നാല് ഇപ്പോ 3 മാസം കൂടുന്ന സമയത്ത് പറഞ്ഞില്ലേ, ചക്കയും മാങ്ങയും മുമ്മാസം, ചേമ്പും ചേനയും മുമ്മാസം, താളും തകരയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം, ഇങ്ങനെ കൃത്യമായിട്ടുള്ള 12 മാസങ്ങളിലുള്ള ഭക്ഷണക്രമത്തെ പോലും പണ്ട് വളരെ കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് നമ്മൾ മാംസബുക്കിലേക്കൊക്കെ മാറുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ശരീരത്തെ തുടച്ച് വൃത്തിയാക്കി മനോഹരമാക്കി വെക്കാനുള്ള ഒരു സാധനം കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബയോട്ടോറിയം നടന്ന ഈ ഒരു സാധനം. കാരണം റഷ്യൻ സയന്റിസ്റ്റ് ഐയൻ കോമറോവ് പറയുന്നത്, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം കുഴലുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ ഒരു കോയലിൽ കൂടി ഭക്ഷണം കഴിക്കുന്നു, മറ്റൊരു കോയലിൽ കൂടി ശ്വാസം എടുക്കുന്നു. ചെറുതും വലുതുമായ നിരവധി കോയലുകളിലൂടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ഇംഗ്ലീഷ് മരുന്നിലൂടെയും ഒക്കെ വരുന്ന മാലിന്യങ്ങള് ഈ കോയലില് കെട്ടിക്കിടക്കുമ്പോഴാണ് ശരീരത്തിൽ എന്ത് ആരംഭിക്കുന്നത്, ഡിസോർഡർ ആരംഭിക്കുന്നതിലാണ്. ആദ്യം ഡിസോർഡർ ആണല്ലോ വരുന്നത്, പിന്നീടാണ് ഡിസീസിലേക്ക്, രോഗത്തിലേക്ക് മാറുന്നതിലാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് 20 കിലോ വെയിറ്റ് ഉള്ള ആള് 5 ഗ്ലാസ് വെള്ളം കുടിക്കണം. 1 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്ത് കുപ്പിയിൽ എടുത്തു വെക്കും, പല ആളും കുടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്ത് ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് ചെല്ലില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, 20 കിലോ വെയിറ്റ് ഉള്ള ആള് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒരു 5 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. അത് കിഡ്നി പേഷ്യന്റ് ആയിട്ട് കുടിക്കാൻ പാടില്ല കേട്ടോ. കാരണം നല്ല ആരോഗ്യമുള്ള, മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തി 20 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. അത് 60 കിലോനാണെങ്കിൽ 15 ഗ്ലാസ് വെള്ളം എണ്ണി കുടിക്കണം. കാരണം വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് പല ആളും ഇങ്ങനെ കഴിക്കും, അപ്പൊ നമുക്കൊരു അളവുണ്ടാവില്ല. ഈ അളവിനനുസരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യും, ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറത്ത് കളയാൻ പറ്റുന്നില്ല. അപ്പൊ 20 കിലോ വെയിറ്റ് ഉള്ള ഒരാള് 5 ഗ്ലാസും 60 കിലോനാണെങ്കിൽ 15 ഗ്ലാസും വെള്ളം കുടിക്കണം. അത് ഒറ്റയടിക്ക് കുടിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാല് ചില ആൾ എന്ത് ചെയ്യുന്നാല് ഒരു 2 ലിറ്റർ ഒക്കെ ആയിരിക്കും, പെട്ടെന്ന് അത് 3 ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഓരോ ഗ്ലാസ് കൂട്ടി കൂട്ടി കുടിക്കുക. ഏത് കുടിക്കണം, മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കണം. നമ്മള് വെള്ളം കെട്ടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഏകദേശം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്ത് അത് അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞ് വളരെ നൈസായിട്ട് മാറുന്നില്ല. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോ നമ്മുടെ ഈ കോയിൽ അടിഞ്ഞ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പുറന്തള്ളും. ഓരോ കോശങ്ങളിലും അടിഞ്ഞു കൂടിയിട്ടുള്ള ഡംപ് ചെയ്തിട്ടുള്ള ആ മാലിന്യങ്ങള് പുറന്തള്ളപ്പെടുമ്പോ എന്ത് ചെയ്ത് നമ്മുടെ ബോഡി ഒരു പൈപ്പ് ലൈൻ സിസ്റ്റത്തിലേക്ക് മാറുന്നു. നമ്മൾ ടാപ്പ് തുറന്നിട്ട് വെള്ളം വരുന്നുണ്ട്, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണ്ടല്ലോ. അതേപോലെ ഈ വെള്ളം കറക്റ്റ് ആയിട്ട് നമ്മളൊരു 1-1.25 വർഷം കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഒരു അസുഖവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. മാത്രമല്ല, നമ്മള് ഈ തടിച്ച ആള് ഈ വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു 3-4 മാസമൊക്കെ ആകുമ്പോ ഒരു 10, 12, 15 കിലോ ഒക്കെ കുറയും. ഈ കുറയുന്ന സമയത്ത് നമ്മുടെ എന്ത് ചെയ്ത് ശരീരം ഒന്ന് ചുളിയൂലേ, ആ ചുളിവുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ വെള്ളം ഇങ്ങനെ ചുളിവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോ സ്കിന്നിന്റെ ഭക്ഷണമാണല്ലോ ഈ വെള്ളം നിറഞ്ഞ നമ്മുടെ കോശങ്ങളുടെ ന്യൂട്രീഷൻസ് ആണ്. ഇന്ന് ഈ വെള്ളം കുടിക്കുമ്പോ
നമ്മൾ മാഗ്നറ്റൈസർ അല്ലാത്ത വെള്ളം കുടിക്കുന്ന സമയത്തൊന്ന് എന്താ സംഭവിക്കുന്ന പറഞ്ഞാല് അത് നേരെ കുടലിലൂടെ എന്ത് ചെയ്ത് കിഡ്നിയിലൂടെ എന്ത് ചെയ്ത് ബ്ലാഡറിലേക്ക് പുറന്തള്ളപ്പെടുന്നു എന്നതാണ്. ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 3/4 ഗ്ലാസ് അങ്ങനെ തന്നെ പുറന്തള്ളപ്പെടുന്നു. കാരണം ഇത് കോശങ്ങൾക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ കട്ടി കൂടിയത്, ഡെൻസിറ്റി കൂടിയത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പാഡ് ചുറ്റുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന, ആ വെള്ളത്തിന് H2O ആണല്ലോ, അതിങ്ങനെ ക്ലസ്റ്റർ ആയിട്ടാണ് നിൽക്കുക. 10-16 തന്മാത്രയിൽ കൂടിച്ചേർന്നിട്ട് ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് നിൽക്കുന്ന ഡെൻസിറ്റി കൂടിയ ആ വെള്ളത്തില് നമ്മള് ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ചുറ്റി കൊടുക്കുന്ന സമയം, അല്ല പാഡ് ചുറ്റി കൊടുക്കുമ്പോ ഈ മാഗ്നറ്റ് വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോ ഈ ക്ലസ്റ്റർ പൊട്ടിയിട്ട് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് മാറണം. മാഗ്നറ്റൈസ്ഡ് വാട്ടറിന്റെ പ്രത്യേകത നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അപ്പം വളരെ കട്ടി കുറഞ്ഞ് വളരെ നൈസ് ആയിട്ട് മാറും. ഇളനീരിലെ വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാധനമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉള്ളിൽ ക്ലീൻ ആക്കിയിട്ട് പരിശുദ്ധമാക്കി ആത്മാവിനെ എന്ത് ചെയ്ത് കെട്ടിക്കിടക്കുന്ന എല്ലാ സാധനങ്ങളെയും പുറന്തള്ളാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മനുഷ്യരിൽ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ചെടികളിൽ പരിശോധിക്കാം. 2 ഒരേപോലെയുള്ള ചീരത്തൈ എടുത്തിട്ട് 2 ചട്ടിയിൽ നടുക. എന്നിട്ട് നിങ്ങൾ പൈപ്പിലെ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു ചീരത്തൈക്ക് ഒഴിച്ചു കൊടുക്കുക. അതേ വെള്ളം നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തിട്ട് കുടിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരൊറ്റ മാസം കൊണ്ട് 30 ദിവസം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ചെടിക്ക് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്ന ചെടി മറ്റേ ചെടീനെ അപേക്ഷിച്ചിട്ട് എന്ത് ചെയ്ത് 50% അധിക വളർച്ചയിലേക്ക് വരുന്നത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് മനുഷ്യന് മാത്രമല്ല, ചെടികൾക്കും സസ്യങ്ങൾക്കും. അതിന് ഏറ്റവും ഉദാഹരണം നമ്മുടെ എന്ത് ചെയ്ത് ഇസ്രായേലാണ്. കാരണം ഇസ്രായേല് മണലാരണ്യങ്ങളില് എന്താണ് കാർഷിക വൃത്തിയിൽ സ്വയം പര്യാപ്തത നേടിയത് ഏതിലൂടെയാണ്, മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കൃഷി ഇത്രയും മനോഹരമായിട്ട് പരുവപ്പെടുത്തിയത്. അതും ചുട്ടുകൊള്ളുന്ന എന്ത് ചെയ്ത് ആ മണൽക്കാടുകളിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് മൃഗങ്ങളില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പ്രസവിച്ച പശുക്കളൊക്കെ ഉള്ള വീടുകളിൽ നമ്മളെ 20 ലിറ്ററിന്റെ വലിയ പാഡ് കിട്ടുന്നുണ്ടല്ലോ, 20 ലിറ്റർ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ, അതിന്റെ പാഡ് കിട്ടുന്നുണ്ടല്ലോ, അത് വാങ്ങിയിട്ട് ഈ പശുക്കൾക്കെല്ലാം ഈ വെള്ളം കൊടുത്താല്, പ്രസവിച്ച പശുക്കൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാല് പാല് കൂടുതൽ കിട്ടുകയും ചെയ്യും, പശുക്കൾക്ക് രോഗം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ മനുഷ്യനിൽ മാത്രമല്ല എല്ലാ ജന്തുക്കൾക്കും എന്ത് ചെയ്ത്, ഇത് പടച്ചോൻ ഉണ്ടാക്കി വെച്ച സാധനമാണല്ലോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ എന്ത് ചെയ്ത് നമ്മളിലേക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഊർജ്ജമാണ് നമ്മൾ ഇന്ന് വിതരണം ചെയ്യപ്പെടുന്നതാണ്. ഇത് മറ്റാരും ഒരു നെറ്റ്വർക്കിന്റെ കയ്യിലും ഇല്ല, ഈ ഊർജ്ജം ഇല്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ആളുകളെ, ഇപ്പൊ നോഹയുടെ പെട്ടകത്തിൽ എന്ത് ചെയ്യുന്നാല് ആ പ്രളയകാലത്ത് കൈപിടിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയതുപോലെ ഈ കഷ്ടകാലത്ത്, ഈ കലികാലത്ത് എന്ത് ചെയ്ത് നമ്മളെയൊക്കെ തന്നെ കൈപിടിച്ചിട്ട് പരിശുദ്ധാത്മാക്കളായിട്ട് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, ഇത് എത്രയും പെട്ടെന്ന് സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പടച്ചു വിട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. കാരണം ഇത് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മളെ ഒരു സമൂഹത്തെ എന്ത് ചെയ്ത് പാലാഴി കടയുന്നത് പോലെ, പാലാഴി കടയുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഒരുപാട് സാധനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഈ കടയുന്ന സമയത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. അവസാനമാണ് അമൃതിന് തുല്യമായിട്ടുള്ള അമരത്വത്തിലേക്കുള്ള ഒരു സാധനം അമൃത് കിട്ടുന്നതാണ്. അങ്ങനെ എന്ത് ചെയ്ത് ഈ അമൃതത്തിന്റെ ലോകത്തേക്ക് അനശ്വരമായിട്ടുള്ള എന്ത് ചെയ്ത് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകക്രമത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക, നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്ത് വ്യക്തിത്വങ്ങളാണ് ഈ ബയോട്രത്തിലേക്ക് വരുന്ന ഓരോരുത്തരും നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥ. ഇപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ കാലത്ത് എന്ത് ചെയ്ത് 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, അപ്പൂപ്പൻ അവർക്കുണ്ട്.
അപ്പോ അതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ വരുന്നതാണ്. AI വരുന്നതോടുകൂടി മരണമില്ലാത്ത കോശങ്ങൾക്ക് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് വരും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് എത്ര വർഷം ജീവിക്കണോ അത്രയും വർഷം ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം എന്നും 16, ഇപ്പൊ മാർക്കണ്ഡേയനെ പോലെ എന്നും 16 വയസ്സുകാരനായിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ് ആരോഗ്യത്തോടു കൂടി. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും മിനീഷ് സാറും ഒക്കെ തന്നെ നമ്മുടെ ഒരു പ്രഗത്ഭ മാധ്യമ തലത്തില് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ അടുത്തേക്ക് പോവുകയും ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ സമയം അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ ബയോട്ടറത്തിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഇന്ന് എന്ത് ചെയ്ത് വളരെ സംതൃപ്തനാണ്. കാരണം എന്റെ HbA1c 12.8 ആയിരുന്നു. മാത്രമല്ല കൊളസ്ട്രോള് തുടങ്ങിയിട്ടുള്ള നിരവധി അസുഖങ്ങൾ. ദിവസവും ഒരു പോങ്ങ ഗുളിക ഞാനിങ്ങനെ തിന്നുകയാണ്. എന്ന് പറഞ്ഞാല് ഭക്ഷണത്തെ പോലെ ഭക്ഷണത്തേക്കാൾ കൂടുതൽ ഞാൻ കഴിക്കുന്നത് ഗുളികകളാണ്. അങ്ങനെ ഒരു യാത്രക്കിടയില്, ട്രെയിൻ യാത്രക്കിടയില് ഈ ഒരു പോങ്ങ ഗുളിക എടുത്ത് വായിലിടാൻ നോക്കുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ഒരാള് പറയാണ്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കാരണം ഇതിനൊക്കെ മാറ്റാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയുണ്ട്, അത് ഇന്ത്യയിലില്ല എന്ന് അയാളോട് പറഞ്ഞു. അപ്പൊ അയാൾ അന്വേഷിച്ചപ്പോ എന്ത് ചെയ്ത് മലേഷ്യയില് ഈ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇയാൾ നേരെ മലേഷ്യയിലേക്ക് തിരിച്ച് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നാല് 2 കോടിയുടെ ഒരു ഇഞ്ചക്ഷൻ എന്ത് ചെയ്തേ അയാള് എടുത്തു എന്നുള്ളതാണ്. ആ ഇഞ്ചക്ഷൻ ചെയ്തപ്പോ അയാൾ എന്ത് ചെയ്തെന്നാല് ചെറുപ്പക്കാരനായിട്ട്, നരച്ച താടിയൊക്കെ ചെറുപ്പക്കാരനായിട്ട്, ഷുഗർ ഒന്നും ഇല്ലാണ്ട് നല്ല എനർജറ്റിക് ആയിട്ട് മാറിയതാണ്. മാത്രമല്ല അയാളെ നേരത്തെ കണ്ട് പരിചയമുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് ഇയാള് കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല, അനിയനാന്നാ ഞാൻ വിചാരിച്ചെന്നൊക്കെയാണ് കൂടെ വന്ന പാസ്റ്റർ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഞങ്ങളോട് പറഞ്ഞതെന്നാണ്. കാരണം ഇത് പറയുന്നത്, അയാൾ പറഞ്ഞത്, ചിലപ്പോ ഞാൻ നാളെ മരിച്ചു, എനിക്കത് ഉറപ്പില്ല, ഇതിന് സൈഡ് എഫക്ട് ഉണ്ടാ, പക്ഷെ മരിച്ചു കിടക്കുമ്പോൾ ചവഞ്ഞു കിടക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് എന്ത് ചെയ്തേ വളരെ സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ഇവിടുന്ന് പോകാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെയാണ് ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞേ, ഞാനൊരു കാര്യം ചെയ്യാം, എറണാകുളത്ത് ഒരു ആർത്രൈറ്റിസ് ബാധിച്ചിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട്, നിങ്ങൾ ഈ പറഞ്ഞൊക്കെ ശരിയാണെങ്കിൽ നമുക്ക് അവരെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോ അയാൾ പറഞ്ഞേ, ഒരു നിബന്ധനയുണ്ട്, ഞാൻ നിങ്ങൾക്ക് പൈസ ഒന്നും തരില്ല, ഇനി മാറിക്കഴിഞ്ഞാല് ഒരു 100 പീസ് എനിക്ക് ഇവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ടേക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോ മിനീഷ് സാർ പറഞ്ഞേ, എന്നാ പിന്നെ ആയിക്കോട്ടെ, ആ ചാലഞ്ച് ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് നേരെ വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോയി. അന്നാണ് ഈ അഭിലാഷ് സാറിനെയും യൂനസ് സാറിനെയും ഒക്കെ നമ്മൾ കണ്ടത്. അവിടെ കൊണ്ടുപോയി കൊടുത്ത് പിറ്റേന്ന് ഒരു 7 മണി സമയത്ത് ഞങ്ങൾ വയനാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പൊ ഒരു 10 മണിയാവുന്ന സമയത്ത് പാസ്റ്റർ വിളിച്ചിട്ട് ഇയാള് പറയാണ്, എനിക്ക് ഒരു പ്രൊഡക്റ്റും കൂടെ പ്രീമിയം തന്നെ തന്നേക്ക് എന്ന് പറയാണ്. അപ്പോ അന്ന് തന്നെ എന്ത് ചെയ്തേ, ഒരു പ്രൊഡക്റ്റ് അയാൾക്ക് വീണ്ടും കൊണ്ടുകൊടുത്ത് പൈസ ചോദിക്കാതെ തിരിച്ചു പോകും. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാള് വിളിച്ചിട്ട് പറഞ്ഞേ, നിങ്ങളെ അക്കൗണ്ട് നമ്പർ ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അക്കൗണ്ട് നമ്പർ ഇട്ടേക്കെന്ന് പറഞ്ഞു. അപ്പൊ ആ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുത്ത് രണ്ടിന്റെയും പൈസ ഒരുമിച്ച് എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് പാസ്റ്ററുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു എന്നതാണ്. കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ ആ ആർത്രൈറ്റിസ് ബാധിച്ചിട്ടുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണല്ലോ രണ്ടാമതും എന്ത് ചെയ്യുന്ന ഇതിനെ പ്രേരിപ്പിക്കാൻ അയാളെ നിർബന്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മെന്നാന്ന് നമ്മൾ വിളിച്ച പറഞ്ഞേ, ആ നല്ല സുഖമുണ്ട്, ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പറയാം എന്നൊക്കെ പറയാം. അപ്പൊ അത്രയും സന്തോഷത്തില് നമുക്ക് ആരോടും പറയാൻ പറ്റുന്ന, നിങ്ങളൊന്ന് ആലോചിച്ചോണോ, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. കൊറോണയ്ക്ക് ശേഷം എല്ലാവരും എന്ത് ചെയ്യുന്ന വെൽനസിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതാണ്.
അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ ഏതായാലും ഞാനിങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്ത് നിങ്ങളെ ഈ പ്രഭാതത്തിൽ മുഷിപ്പിക്കുന്നില്ല. നമുക്ക് മനോജ് സാറിന്റെ വാക്കുകളൊക്കെ കേൾക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് മിനീഷ് സാറിന് അതുപോലെ തന്നെ മനോജ് സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ക്ലാസ് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് പ്രൊമോട്ട് ചെയ്യാൻ കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ അത് നികത്തി തരാൻ ഒരു കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ വളരെ എന്താ പറയാ മനോഹരമായ ഒരു മാസം അല്ലെ ഈ ഏപ്രിൽ മാസത്ത്. വിഷു വിഷു കൂടി വരുന്നൊരു മാസം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ ഇനി വരാൻ പോകട്ടെ, വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചന്തം മാഷിനും കുടുംബത്തിനും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും കൈമാറിക്കൊണ്ട്, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ മനോജ് തൃപ്പൂണിത്തറ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ. മഹാരഥന്മാരായ ആളുകളൊക്കെ വന്ന് ഇവിടെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ സമയത്തും ഒരു ആർജവത്തോടുകൂടി ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ കാണിക്കുന്ന കോൺഫിഡൻസോട് കൂടിയുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിനെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചന്ദ്രമാഷാണ് നമ്മളോട് സംവദിച്ചത്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ കുറിച്ചുകൂടെ മിനീഷ് സാർ സൂചിപ്പിച്ചു ഓൾറെഡി. അതുകൊണ്ട് കുറെ അക്ഷരങ്ങളിലൂടെ തുടങ്ങി വലിയൊരു നല്ലൊരു അറിവ് നമ്മളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബിഗ് കൺഗ്രാജുലേഷൻ ചന്ദ്രൻ സാർ. വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. കാരണം പലപ്പോഴും നമ്മുടെ സൂമിൽ വളരെയധികം ആക്റ്റീവായിട്ട് പുതിയ നോളജുകൾ സാധാരണക്കാരന് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് ചന്ദ്രൻ മാഷ്. അവസരം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട്. അപ്പൊ ഇന്നലെ വിളിച്ചപ്പോഴും ഇന്ന് ചെയ്യാന്ന് അദ്ദേഹം സമ്മതിക്കാനുണ്ടായത്. എന്നാൽ പല ലീഡേഴ്സും അവസരം കിട്ടുമ്പോഴും എനിക്ക് തിരക്കാണ് എന്ന് പറയുന്ന ലീഡേഴ്സും നമ്മുടെ കൂട്ടത്തിലുണ്ട്. തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട്, തിരക്കുകൾ ലൈഫിലുണ്ടാവും, മാറ്റിവെച്ചുകൊണ്ട് അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മാഗ്നറ്റിസത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ജീവിതത്തെ കുറിച്ചും അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആക്സിഡന്റിനെ കുറിച്ച് പറഞ്ഞു. വേറെ ആളാണെങ്കിൽ ഇന്നും ഇപ്പൊ എഴുന്നേറ്റ് നടക്കില്ല, വീട്ടിൽ തന്നെ കിടപ്പായിരിക്കും. ഒരു കിടപ്പ് രോഗിയായിട്ട് വീട്ടിലേ ഉണ്ടാവും, ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഇല്ലേ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുറിവേറ്റിട്ട് അത് കംപ്ലീറ്റ് നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കൊണ്ട് ഹീൽ ചെയ്യിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ്. നമ്മുടെ ബയോട്ടോറിയം ഉൽപ്പന്നത്തിലൂടെ ഇത് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഇതിൽ നിന്ന് റിലീഫ് കിട്ടാൻ ഇടവരുത്തിയെന്നുള്ളതാണ്. അത്രയും അമേസിംഗ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളിലൊക്കെ വിവരിച്ചതുപോലെ തന്നെ ഇല്ലേ, 10 കിട്ടുകിൽ 100 മതിയെന്നും അല്ലെ, 10 കിട്ടുമ്പോൾ 100, 1000, സഹസ്രം വേണമെന്ന് തോന്നും. അതുപോലെ ആയുസ് കുറഞ്ഞു വരുന്ന ഈ സമൂഹത്തിൽ നമുക്ക് ആയുസ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആയുസ് കൂട്ടുക മാത്രമല്ല, യൗവനത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്ന 72-കാരന് 27-കാരനായി മാറാൻ പറ്റുന്ന രീതിയിൽ ബയോളജിക്കൽ ഏജ് കുറയുന്നതാണ്. അതാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. ബയോളജിക്കൽ നമുക്കൊരു ന്യൂമറോളജിക്കൽ ഏജ് ഉണ്ട് അല്ലെ. ഓരോ വർഷവും കലണ്ടർ മാറുമ്പോൾ നമ്മുടെ വയസ്സ് കൂടി വരും. അതാണ് ന്യൂമറോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ ഏജ് കണക്കാക്കുന്നത് നമ്മുടെ ഓർഗൻസിനെ പരിശോധിച്ച് നോക്കുമ്പോൾ, ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസ് നോക്കുമ്പോൾ അത് കുട്ടികളുടെ ഓർഗൻസ് പോലെ ആയിട്ട് മാറും. മനസ്സിലായോ? അല്ലാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ വിളക്കിന്റെ കരി പറഞ്ഞില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മളെ ജീവിത ശൈലിയും പൊല്യൂഷനും ഒക്കെ കൊണ്ട് നമ്മുടെ ഓർഗൻസ് മുഴുവൻ എന്തായിട്ടുണ്ടാവും, അതിനകത്ത് കരി നിറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ. അപ്പൊ അത് മുഴുവൻ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നുള്ളൂ. അങ്ങനെ അത് കറക്റ്റ് ക്ലീൻ ചെയ്ത് എല്ലാം വരുമ്പോൾ അതിന് വേണ്ടുന്ന വെള്ളവും ആവശ്യമായ മാഗ്നറ്റൈസ്ഡ് വാട്ടറും അതുപോലെ തന്നെ ഫുഡ് സപ്ലിമെന്റ്സും ഒക്കെ കൊടുക്കുമ്പോൾ അത് നല്ല യൗവനത്തിലേക്ക് നമ്മുടെ ഓരോ ഓർഗൻസിനും മാറ്റാൻ വേണ്ടിയിട്ട് ബയോട്ടോറിയം ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരു ചെറുപ്പക്കാരിയായിട്ട് നമുക്ക് ബയോളജിക്കൽ ഏജിലേക്ക് ക്രമപ്പെടുത്താൻ, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഇത്രയും മിറാക്കിളായിട്ടുള്ള അത്ഭുതം നൽകുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഇന്ന് ഇന്ത്യയിൽ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം.
അതാണ് ഈ ബയോട്ടോറിയം. നമുക്ക് അഭിമാനത്തോടു കൂടി ആരുടെ മുമ്പിൽ, ഏത് സയന്റിസ്റ്റിന്റെ മുമ്പിലും ഏത് സാധാരണക്കാരന്റെ മുമ്പിലും നമുക്ക് നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ച് അവതരിപ്പിക്കാൻ, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഉൽപ്പന്നം നമ്മളിലേക്ക് എത്തിയത് തന്നെ ദൈവാനുഗ്രഹമാണ്. എത്രയോ ആളുകൾ ഇപ്പോഴും ഇത് എത്താത്ത ആളുകളുണ്ട്. കിട്ടിയവര് തന്നെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കാതെ, ഇല്ലേ, ഇപ്പോഴും ഇതിനൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭിക്ഷാന്തേഹികളെ പോലെ ഓടി നടക്കുന്ന ആളുകളുണ്ട്. എവിടെ പോയാൽ വേഗം പണം കിട്ടുമെന്നുള്ള ചിന്തയാണ് ആളുകൾക്ക്. അതുകൊണ്ട് പണത്തിന്റെ പുറകെ പോയാൽ പണം ഒരിക്കലും കിട്ടില്ല. ഞാൻ എപ്പോഴും പറയും പോലെ, നമ്മളൊരു പൂമ്പാറ്റയെ പിടിക്കാൻ ചെന്നാൽ പൂമ്പാറ്റയെ കിട്ടത്തില്ല, അതങ്ങ് പറന്നു പോകും ഓടുന്നു, ഇല്ലേ. നമുക്ക് കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം, പൂന്തോട്ടത്തിൽ ഇഷ്ടം പോലെ പൂമ്പാറ്റകൾ വരുമ്പോൾ നമ്മളതിനെ പിടിക്കാൻ കിട്ടത്തില്ല. പക്ഷെ പൂമ്പാറ്റകളെ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല പൂന്തോട്ടം നിങ്ങളുടെ വീട്ടിന് ചുറ്റും ഉണ്ടാക്കിയാൽ മതി. മനോഹരമായ പൂന്തോട്ടം ഉണ്ടാക്കിയാൽ അവിടെ പല വർണ്ണത്തിലുള്ള പൂമ്പാറ്റകൾ വരും നിങ്ങളെ തേടിയിട്ടില്ലേ. അപ്പൊ അതിനെയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് മനസ്സിന് ആനന്ദം കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെയാണ് ഇതും. ഇത് പണത്തിന് വേണ്ടി നമ്മൾ അതിന്റെ പുറകെ ഓടിയാലൊന്നും വരില്ല. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഗുണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് എത്തിത്തീരും. ഒരു സംശയമില്ല. ചിലപ്പോൾ ചില ആളുകൾക്ക് അല്പം വൈകും, ചില ആളുകൾക്ക് പെട്ടെന്ന് വരും, ചില ആൾക്ക് കുറച്ച് സമയമെടുക്കും. നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുക. നമുക്ക് ഇവിടെ ചെയ്യുന്ന കർമ്മം, ബയോട്ടോറിയത്തിലൂടെ ചെയ്യുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിപാവനമാണ്, പുണ്യമാണ്. നിങ്ങൾ കൂടുതൽ ആളുകളെ കാണുക, ആളുകളോട് ഷെയർ ചെയ്യുക. അതാണ് ചന്ദ്രമാഷിന്റെ പ്രത്യേകം. ഒരാളെ എവിടെ കണ്ടാലും, ഞാൻ പിടിക്കാൻ പോയ ഹോട്ടലിൽ പിന്നെ മാനേജർക്ക് പണിയായി, മനസ്സിലായ. അദ്ദേഹത്തോട് ഇത് മുഴുവൻ പറഞ്ഞ് ഡെമോവും കൂടെ കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഒരു പരിചയവും വേണ്ട, മനസ്സിലായ. പിന്നെ വിസിറ്റിംഗ് കാർഡോ ഫോൺ നമ്പറോ ഒക്കെ കൊടുക്കലും മേടിക്കലും ആയി പിന്നെ അദ്ദേഹത്തെ ഫോളോ അപ്പ് ചെയ്യും അദ്ദേഹം. അതൊരു ശൈലിയാണ്, ഒരു സ്റ്റൈലാണ്, ഒരു പാഷനാണ്. ആ പാഷൻ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം, ഇല്ലേ. നമ്മൾക്ക് ആരും പരിചയമുള്ളവർ ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്ക് പരിചയമുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെ. അച്ഛനെയും നമുക്ക് പരിചയം ഉണ്ടായിരുന്നില്ല ഭൂമിയിലേക്ക് വരുമ്പോൾ. ഭൂമിയിൽ നമ്മൾ പിറന്നു വീഴുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞാണ് നമ്മൾ കരഞ്ഞത്, അല്ലെ. അമ്മയെ എന്ന് വിളിപ്പിക്കാൻ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഈ പ്രകൃതിയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അമ്മ എന്ന ആ രണ്ടക്ഷരം നമ്മളെ പ്രകൃതി പഠിപ്പിച്ചതാണ്. പക്ഷെ അച്ഛൻ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടല്ലോ, ആ വാക്കുകൾ ഉണ്ടല്ലോ, ആ വാക്ക് നമ്മളെ പഠിപ്പിച്ചത് അമ്മയാണ്. അതാണ് അച്ഛൻ. അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അച്ഛനെ പഠിപ്പിച്ചത്, അല്ലെ. അമ്മ എന്ന് പറയുന്ന വാക്ക് നമ്മൾ സ്വയം പഠിച്ചിട്ടാണ് സുഹൃത്തുക്കളെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. അതാണ് പ്രകൃതിയുടെ നിയമം എന്ന് പറയും, മനസ്സിലായി. അതുപോലെ നിങ്ങൾ ഈ ബയോട്ടോറിയം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും സ്നേഹത്തോടു കൂടി ഇത് നിങ്ങളെ ഏറ്റെടുക്കാനും ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും സാധിക്കണം. അതാണ് നമ്മൾ ഇതിന്റെ അപ്പോസ്റ്റലന്മാരാണ്, ബ്രാൻഡ് അംബാസിഡർമാരാണ്, അല്ലെ. യേശു തന്റെ 12 ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയച്ചതുപോലെ നിങ്ങളും ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ആളുകളെ എത്തിക്കുക. ആളുകൾ കളിയാക്കണം, പുച്ഛിക്കും, അവഹേളിക്കും. ചന്ദ്രമാഷക്കൊന്നും വേറെ പണിയില്ലേ, എന്തൊക്കെയോ ഉടായ്പും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും. മന്നയെ കുറിച്ച് പറഞ്ഞതാണ്. എറണാകുളത്ത് നിന്ന് മനോജ് നിർത്തിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഒന്നും ഒരു മനുഷ്യൻ ഇത് മേടിക്കുന്നില്ല. അതുകൊണ്ട് കോഴിക്കോട് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ അതിനകത്തൊന്നും പെട്ടുപോയേക്കരുത് കേട്ടാ എന്ന് ഇവിടെ നിന്ന് എന്റെ ഒരു സുഹൃത്ത്, എറണാകുളത്ത് നിന്ന് എന്റെ ഒരു സുഹൃത്ത് കോഴിക്കോടുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോ കോഴിക്കോടുള്ള സുഹൃത്ത് ആകെ വിരളെ കൊണ്ടുപോയി. ഞാനൊന്നും ഇല്ലട്ടാ എന്ന് പറഞ്ഞ ആളുകള്, മനസ്സിലായ. അതുകൊണ്ട് പലതരത്തിലുള്ള ഇത് വരും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കർമ്മം ചെയ്യൂ. തൽക്കർമ്മമാണ് ഇവിടെ ചെയ്യുന്നത്. ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുവോ, 100 പേരോട് പറഞ്ഞിട്ട് 100 പേരും പ്രൊഡക്റ്റ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആകുക. നിങ്ങൾ ചെയ്യേണ്ടതായ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ. ഉറപ്പാ. അടുത്ത ദിവസമോ ഇല്ലെങ്കിൽ 1 വർഷമോ 1.5 വർഷമോ 2 വർഷമോ കഴിയുമ്പോ ചൈനീസ് ബാമ്പുവിന്റെ കഥ പറയും പോലെ, അല്ലെ, 4 വർഷം നട്ട് അവിടെ നനച്ചു കൊടുത്താലും അത് ഒരു ഇല പോലും പുറത്തേക്ക് വരില്ല സുഹൃത്തുക്കൾ. ഇതൊക്കെ തീർന്നു നമ്മൾ വിചാരിക്കും. പക്ഷെ ചൈനീസ് ബാമ്പു അതിന്റെ വേരുകൾ മണ്ണിലേക്ക്, അല്ലെ, ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് അതിശക്തമായ വേരുകൾ അവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന കാര്യം നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. കാശ് വെറുതെയായി പോയി, ഇല്ലേ, ഇത് നഷ്ടപ്പെട്ടു പോയി, ഇത് വെറുതെ ഉണങ്ങിപ്പോയി ചൈനീസ് ബാമ്പു എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് 4 വർഷം അതിനെ നട്ട് നനച്ചു കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ 4ാമത്തെ വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോ കേവലം 42 ദിവസം കൊണ്ട് അതിന്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം വലിയൊരു ഹൈറ്റിലേക്ക്, ഇല്ലേ, മീറ്ററുകളോളം ഹൈറ്റിലേക്ക് അത് വളരുമെന്നാണ്. ചുരുങ്ങിയ 10-42 ദിവസം മതി അതിന് വളർന്ന് പന്തലിച്ച് പടരാൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത്. നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ
ഒരു സുപ്രഭാതത്തിൽ ഈ ചൈനീസ് ബാമ്പു ഇല്ലേ തഴച്ചു വളരുന്നത് മാതിരി നിങ്ങളിലേക്ക് അഭിവൃദ്ധിയും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അല്ലെ എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും സുഹൃത്തുക്കൾ. അതിന് പറ്റിയ സ്ട്രോങ് പ്ലാറ്റ്ഫോമാണ് ഈ ഓഡിറ്റോറിയം കൊണ്ട്. ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. ആരുണ്ട് ആരില്ല എന്നുള്ളതല്ല, നിങ്ങളുണ്ടോ അതാണ് ചോദ്യം. ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്നെ കൊണ്ടുവന്ന ആള് പോയി, ഞാൻ കൊടുത്ത ആള് വരുന്നില്ല, നോ പ്രോബ്ലം. നിങ്ങളുണ്ടോ? നിങ്ങൾക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കും ഇല്ലേ? നമ്മളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലാണ്ട് നമ്മളെ മറ്റുള്ളവരൊന്നുമില്ല നമ്മളെ വിജയത്തിലേക്ക്. നമ്മുടെ തീരുമാനം, നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. മറ്റുള്ളവർ വരും, മറ്റുള്ളവർ പോകും, അത് നമ്മുടെ വിഷയമേ അല്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നവരൊക്കെ ചിലപ്പോ ഇല്ലേ പലതിലേക്കും പോയിട്ടുണ്ടാവാം, അല്ലെ ചിലപ്പോ വന്നിട്ടുണ്ടാകാം. അതൊന്നും നമ്മുടെ വിഷയമല്ല. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകണം, ഒരു ഗോൾ ഉണ്ടാകണം. ആ ഗോൾ പോസ്റ്റിലേക്ക് പന്തടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് നല്ല ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് എനിക്കത് സാധിക്കും 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 എന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഗോൾ അടിക്കാനുള്ള ആർജവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി അടുത്ത നമ്മളെ ഫിസിക്കൽ പ്രോഗ്രാം കോഴിക്കോടാണ്, 16-ാം തീയതിയാണ്. അവിടെ ഭയങ്കര ആളുണ്ട്, ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ പ്രോഗ്രാമത്തിന് ഇഷ്ടംപോലെ ആളുകൾ ഹാള് നിറഞ്ഞ് കവിയുന്ന സ്ഥിതിയിലേക്ക് മാറാൻ വേണ്ടി പോകണം നമ്മുടെ പ്രോഗ്രാം സെന്ററിൽ. അതുപോലെ തന്നെ പെരുമ്പാവൂര് 16-ാം തീയതി പ്രോഗ്രാം ഉണ്ട്. അടുത്തുള്ള എല്ലാ പ്രോഗ്രാം സെന്ററുകളിലും നിങ്ങൾ സജീവമാകുക എന്നുള്ളതാണ്. നമ്മൾ ഈ സൂമിൽ സംസാരിക്കും പോലെയല്ല, നേരിട്ട് കണ്ട് ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തേലോ, ഒന്ന് നേരിട്ട് കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞ് പോകുമ്പോൾ നമ്മൾക്ക് വീണ്ടും നമ്മുടെ ബോഡിക്ക് നമ്മളെ ഹോർമോണൽ ചേഞ്ചസ് അല്ലെ, ആ ഹോർമോണൽ ചേഞ്ചസ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് പ്രോഗ്രാം സെന്ററിൽ എത്ര പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്തു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിന്റെ തോത് എന്ന് പറയുന്നത്. 2 or 3 പ്രോഗ്രാം പങ്കെടുത്ത് മാറി നിൽക്കരുത്. എവിടെയൊക്കെ അവസരങ്ങളുണ്ടോ അവിടെ വരിക. അവിടെ നിങ്ങൾക്കും സംസാരിക്കാനുള്ള വേദികൾ ഒരുക്കി തരും. അതുകൊണ്ട് പ്രോഡക്റ്റ് നോളജ്, അതുപോലെ തന്നെ നമ്മുടെ പ്ലാൻ, നമ്മുടെ ഫ്യൂച്ചർ, ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ, എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്കറിയാം എന്ത് ജോലി ചെയ്താലും, നമുക്കറിയാം എന്ത് ജോലി ചെയ്താലും കിട്ടുന്ന ശമ്പളത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ അല്ലെ. ലിമിറ്റഡ് സാലറി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത, മനോഹാരിത എന്ന് പറയുന്നത് ഇവിടെ അൺലിമിറ്റഡ് ഇൻകം ആണ്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ അൺലിമിറ്റഡ് ഇൻകം, അൺലിമിറ്റഡ് ടൈം, നോ ടൈം ലിമിറ്റ്സ്. അതാണ്. പ്രായം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഉണ്ടാവില്ല, അതെല്ലാം കുറഞ്ഞു പോകും, പിന്നെ ശമ്പളവും കുറയും, എല്ലാം കുറയും, പിന്നെ നമുക്ക് ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യനായിട്ട് മാറും നമ്മൾ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ നിങ്ങൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ, അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ നിങ്ങളുടെ ഇൻകം കൂടുന്നതല്ലാതെ കുറയാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ, അതിന്റെ കൂടെ നിങ്ങളൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ആത്മാർത്ഥമായി നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ ഫ്യൂച്ചറിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ കാലശേഷവും നോമിനേഷൻ ഫെസിലിറ്റിയുടെ നമ്മുടെ തലമുറകളിലേക്ക് ഹ്യൂജ് ഇൻകം പമ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്ന് നിലവിലുള്ള സ്ട്രോങ് ആയിട്ട് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ 5 വർഷം കൊണ്ട് 13-ാം സ്ഥാനം കവർ ചെയ്ത, ഇനി വരും വർഷങ്ങൾ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായി മാറാൻ വേണ്ടി പോകുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡുകൾ നേടിയ ഇന്ത്യയിലെ ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായി ഈ ഓഡിറ്റോറിയത്തിന്റെ വക്താക്കളാണെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ഓഡിറ്റോറിയം.